ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ ഫൈനൽ പാർട്ടാണ് കാണാൻ പോകുന്നത്. കട്ട് ചെയ്താല് ഹീറോയിനും ഒന്നിച്ച് വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഹീറോയിൻ കോയു, നിനക്ക് ആ മേഡിന്റെ ഡ്രസ് ഇട്ടാല് നന്നായിരിക്കും എന്ന് പറയും. ഹീറോ അത് കേട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് പറയും. ഹീറോയിനും ബായ് പറഞ്ഞു പോയതും ഹീറോ കുറച്ചു നേരം അവളെ നോക്കി നിന്നിട്ട് തിരിഞ്ഞു നടന്നു പോകുന്നുണ്ട്. അവൻ പോയി കഴിഞ്ഞതും ഹീറോയിൻ തിരിഞ്ഞ് അവനെ തന്നെ നോക്കുവാണ്. സോ ഹീറോ അവന്റെ വീട്ടിലേക്ക് വരുമ്പോ നാട്ടോ കോമിക് ബുക്സ് ഒക്കെ വായിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. എന്താടാ നീ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് നിന്റെ അച്ഛനാടെ എന്നെ ഇവിടേക്ക് അലോ ചെയ്തതെന്ന് അവൻ പറയും. എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചാല് ചുമ്മാ വന്നതാടെ എന്ന് പറഞ്ഞിട്ട് ഹീറോ അവന്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഇപ്പൊ ഒരുപാട് ചാറ്റ് ചെയ്യുന്നില്ലേ അതിനെ കുറിച്ച് ചോദിക്കുവാണ്. ഹീറോ എന്താണ് പറഞ്ഞതെന്ന് കേൾപ്പിക്കുന്നില്ല. ഓ, അതുകൊണ്ടാണോ നീ ആ പെൺകുട്ടിയുമായിട്ട് ഒരുപാട് ഇപ്പൊ സംസാരിക്കുന്നേ? എന്നാലും കുറച്ച് ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ട് തോന്നുന്ന പോലെയുണ്ടെന്ന് നാറ്റോ പറയുവാണ്. അതെ, ഞാനും അത് അവളോട് പറഞ്ഞിരുന്നു. പുതിയ സ്കൂളില് പുതിയ ഫ്രണ്ട്സിനെ നീ ക്രിയേറ്റ് ചെയ്യണം, അവരോടൊക്കെ നന്നായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞതും നീ അവളെ ലവ് ചെയ്യുന്നുണ്ടോ എന്ന് നാറ്റോ ചോദിക്കും. എടാ, അത് അങ്ങനെയല്ല, അവൾ എങ്ങനെയുള്ള വിഷമത്തിലാണെന്ന് എനിക്കറിയാം. ഈ ഒരു സിറ്റുവേഷനില് ആരെങ്കിലും അവളുടെ കൂടെ ഉണ്ടാകണം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ. കാരണം ആ കുട്ടിയുടെ അച്ഛൻ റീസെന്റ് മരിച്ചുപോയല്ലോ. ഈ ഒരു രീതിയിൽ ഹീറോ അവന്റെ അമ്മയെ നഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. സോ ആ ഒരു സിറ്റുവേഷന് ഇവൻ അറിയാം, അതുകൊണ്ടാണ് അവളുമായിട്ട് അവൻ സംസാരിക്കുന്നതെന്ന് പറയും. പക്ഷേ ഹീറോയുടെ പാസ്റ്റിനെ കുറിച്ച് നാത്തോക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് കോയു, നിനക്കും ഇതേപോലെ ഹേർട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ആ ടൈമില് നിന്റെ കൂടെ ഇല്ലാതെ പോയല്ലോ. ഞാനപ്പോ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ വിഷമിപ്പിക്കാനായിട്ട് അനുവദിക്കില്ലായിരുന്നു. എപ്പോഴും നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നേനെന്ന് പറഞ്ഞതും ഇവൻ എന്താ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കളഞ്ഞത് എന്ന പോലെ ഹീറോ എഴുന്നേറ്റ് പോകുവാണ്. നാറ്റോയ്ക്ക് മനസ്സിലായി അവന് നാണം വന്നിട്ടാണെന്ന്. ഇതിനൊക്കെ എന്തിനാടാ നാണിക്കുന്നേ? ഞാൻ എന്നാ പോട്ടെ എന്ന് അവൻ പറഞ്ഞതും നിനക്ക് ഞാൻ എന്റെ പൂച്ചക്കുട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഹീറോ എഴുന്നേറ്റ് പോകുവാണ്. ആ ടൈമിൽ നാറ്റോ അവന്റെ കട്ടിലിന്റെ അടിയിൽ ഇരിക്കുന്ന ആ പഴയ തിങ്സിന്റെ ബോക്സ് കാണുന്നുണ്ട്. അതിലുണ്ടായിരുന്ന ആ മാക്സിന്റെ നോട്ട് ബുക്കും എടുത്തു നോക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് വന്ന ഹീറോ ഓടി വന്ന് അത് അവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിയെടുക്കുവാണ്. നീ അത് കണ്ടോ എന്ന് ചോദിക്കും. എന്ത് കണ്ടോ എന്നാ നീ ചോദിക്കുന്നതെന്ന് നാത്തോയും ചോദിക്കുന്നുണ്ട്. ഇല്ലില്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ ഒരുമാതിരി വെപ്രാളത്തില് അത് കൊണ്ടുപോയി ഒളിപ്പിച്ച് മാറ്റി വെക്കുവാണ്. ഇവൻ ഒരുമാതിരി പരിങ്ങിയിരിക്കുന്നത് കണ്ട് നാറ്റോ, അപ്പോ ഇപ്പോഴും നിനക്ക് ഹീറോയിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കും. മിണ്ടാതിരിക്കട്ടെ അവിടെ നിന്ന് ഹീറോ അവനെ വഴക്ക് പറയുന്നുണ്ട്. നാറ്റോ അടുത്ത സെക്കൻഡിലെ ചിരിച്ച് സന്തോഷത്തില് അലറാൻ തുടങ്ങി. എടാ, നിന്നോടാ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ എന്ന് ഹീറോ അലറാനും തുടങ്ങുന്നുണ്ട്. ഇത് നോക്കടാ, നിന്റെ പഴയ ക്ലാസ്മേറ്റ്സ് ഉണ്ടല്ലോ, അവളുടെ കോണ്ടാക്ട് കട്ട് ചെയ്തേക്ക്, എന്നിട്ട് ഫുട്ടാബയുമായിട്ട് ക്ലോസ് ആകാൻ നോക്കെന്ന് ഹീറോയോട് പറയും. നീ വിചാരിക്കുന്ന പോലെ അവളുമായിട്ട് ക്ലോസ് ആകണമെന്ന് ഞാൻ കരുതിയില്ലെന്ന് ഹീറോ പറയാണ്. നെക്സ്റ്റ് ഡേ കൾച്ചറൽ ഫെസ്റ്റിവലും സ്റ്റാർട്ടായി. വളരെ അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യുരി, മുറോ എല്ലാവരും കൂൾ ഡ്രസ്സിൽ തകർക്കുവാണ്. നാത്തോയും ഹീറോയും ആ മെയ്ഡിന്റെ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. നോക്കണം, ഞാൻ കാലില് മുടി വരെ ഷേവ് ചെയ്തെന്ന് പറഞ്ഞ് നാത്തോ പൊക്കിയൊക്കെ കാണിച്ചു കൊടുത്തതും ഹീറോയിൻ അത് കണ്ട് ചിരിക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ടാണ് അവിടേക്ക് കിക്കോ കയറി വരുന്നത്. ഹീറോയിൻ ഓടിച്ചെന്ന് വെൽക്കം ഹോം എന്ന് പറഞ്ഞ് അവനെ വെൽക്കം ചെയ്തതും നീ ഇന്ന് ഒരുപാട് കൂൾ ആയിട്ടുണ്ടെന്ന് അവൻ പറയും. ഓ, അങ്ങനെയാണോ, താങ്ക്സ് എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ചിരിച്ച് സംസാരിക്കുന്നത് ഹീറോയും കാണുന്നുണ്ട്. ഇവരുടെ ക്ലാസ് ഒരു റെസ്റ്റോറന്റ് പോലെയാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹീറോയിൻ കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവന്ന് കിക്കോക്ക് കൊടുത്തിട്ട് കുറച്ച് ലേറ്റ് ആയി, അതിന് സോറി എന്ന് പറയാണ്. അതിനെന്താ താങ്ക്സ് എന്ന് കിക്കോയും അത് വാങ്ങിക്കുന്നുണ്ട്. അവള് പെട്ടെന്ന് കോട്ടുവാ ഇടുന്നത് കണ്ട് നീ നൈറ്റ് ആവശ്യത്തിന് ഉറങ്ങിയില്ലേ എന്ന് അവൻ ചോദിക്കും. എനിക്ക് അറിയേണ്ട വിഷയങ്ങൾ നിറയെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഉറക്കം വന്നില്ലെന്ന് പറയും. എന്താ അതെന്ന് കിക്കോ ചോദിച്ചാല് ഞാൻ ആഗ്രഹിക്കുന്ന ഒന്ന്, ഇനിയും ഞാൻ സ്ട്രോങ് ആയിരിക്കണം എന്നാ തോന്നുന്നേ. കാരണം എന്ത് വേണമെങ്കിലും നടക്കാൻ ചാൻസസ് ഉണ്ടല്ലോ. എന്നാലും ഞാൻ മുന്നത്തെ പോലെ തന്നെയാണ് ഇപ്പോഴുള്ളതെന്നാ എനിക്ക് തോന്നുന്നതെന്ന് അവള് വളരെ ഫീൽ ആയിട്ട് പറയുവാണ്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഇന്ന് മുതൽ നിന്റെ പെർസ്പെക്റ്റീവ് മാറ്റി നോക്ക്. നീ ആ പഴയ ആംഗിളിൽ നോക്കുന്നില്ലേ, അത് മാറ്റി വ്യത്യസ്തമായിട്ട് നോക്കി കാണാനായിട്ട് ശ്രമിക്കേ. ഒരു പുതിയ കാര്യം നിനക്കപ്പോ കാണാൻ കഴിയുമെന്ന് കിക്കോ പറയുവാണ്. പുതിയ കാര്യമോ? അതെന്താന്ന് ഹീറോയിനും കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതെ, ചിലപ്പോ നീ അത് ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കാം. ഇത് കേട്ട് ഹീറോയിനും ശരി, തീർച്ചയായിട്ടും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയി കളയും. കിക്കോ അവളെ നോക്കി നീ എന്നെ ലവ് ചെയ്യുന്നതിന് മുൻപ് എല്ലാം ചേഞ്ച് ചെയ്യണമെന്ന പോലെ അവന്റെ മനസ്സിൽ പറയുന്നുണ്ട്. ഇവിടെ മറ്റൊരു സൈഡില് മൊറോ എന്തോ ബോക്സിൽ വെയിറ്റ് ആയിട്ട് പൊക്കാൻ പറ്റാതെ പൊക്കിക്കൊണ്ടു പോകുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോയുടെ ചേട്ടൻ ടീച്ചർ കാണുന്നുണ്ട്. മൊറോയ്ക്ക് പൊക്കാൻ പറ്റാതെ ഒരു സ്റ്റേജിൽ അവളെ താഴെ വെക്കുവാണ്. പെട്ടെന്ന് ആരും അവിടേക്ക് വരുന്നത് പോലെ തോന്നുന്നുണ്ട്. നോക്കിയാൽ അത് നമ്മുടെ നാട്ടുമായിരിക്കും. അവൻ ഓടി വന്ന് അവന്റെ കയ്യിലിരിക്കുന്ന ബോർഡ് അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇത് ഞാൻ എടുത്തോളാം, ഇങ്ങനെയുള്ള ജോലികളൊക്കെ ആൺകുട്ടികളെ ഏൽപ്പിച്ചൂടെ,
അവരോട് ഹെൽപ്പ് ചോദിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് അവൻ അത് എടുത്തുകൊണ്ട് മുമ്പിലൂടെ നടന്നു പോകുവാണ്. എനിക്ക് വേണ്ടി നീ വരുമെന്ന് ഞാൻ കരുതിയില്ല, താങ്ക്സ് എന്ന് മുറോ പറഞ്ഞതും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ടീച്ചറാണ് എന്നോട് പറഞ്ഞതെന്ന് അവൻ പറയും. തനാക്ക സാറാണോ പറഞ്ഞതെന്ന് അവൾ സന്തോഷത്തിൽ കുറച്ച് സൗണ്ട് കൂടി പോകുന്നുണ്ട്. ഇത് കേട്ടത് നാട്ടോയുടെ മുഖം ആകെ ശോകമാകുന്നുണ്ട്. എനിക്കറിയാം ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണ് വേറൊരാളോട് ക്രഷ് ആയിരിക്കുന്ന കാര്യം. നാട്ടോ നീയും നല്ല പയ്യനാണെന്ന് അവള് പറഞ്ഞതും ഇത് എന്റെ കൺഫെഷൻ ഒന്നല്ല, എനിക്കറിയാം ഞാൻ നിനക്ക് വേർത്തായ ഒരു പയ്യനല്ലെന്ന്. പക്ഷേ ഞാൻ എത്ര കൂളായ പയ്യനാണെന്ന് നിനക്ക് കാണിച്ചു തരാനാ പോകുന്നേ. പ്ലീസ് അതിനുവേണ്ടി കുറച്ച് ടൈം വെയിറ്റ് ചെയ്താൽ മതി എന്ന് ഇവൻ പറഞ്ഞതും ഇത് ന്യായമേ അല്ല എന്ന് മുറോ പറയും. പക്ഷെ ഞാനൊന്നും ബാഡായ ബോയ് അല്ലല്ലോ, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ലെന്ന് പറഞ്ഞ് അവനിനി ട്രൈ ചെയ്യുന്നത് നിർത്താനേ പോകുന്നില്ലെന്ന പോലെ സിംബോളിക് ആയിട്ട് പറഞ്ഞിട്ട് പോകുവാണ്. കട്ട് ചെയ്താല് ഇവിടെ ഹീറോയാണ് കാണിക്കുന്നത്. അവരുടെ ക്ലാസ്സിലേക്ക് വന്ന് പോകുന്നവരെ അവനാണ് ക്യൂട്ടായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതും പറഞ്ഞു വിടുന്നതും. അപ്പുറത്തെ സൈഡില് നാറ്റോ നിൽക്കുന്നുണ്ട്. അവന്റെ അടുത്തേക്ക് ചെന്ന് നീ പോയി എല്ലാവരും ഇംപ്രസ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരുമെന്ന് നോക്കിയാല് നീ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് കുറച്ചു മുമ്പ് അവിടെ എന്താ നടന്നതെന്ന് അവൻ പറയുന്നേ. നാത്തോ എന്തോ അവന്റെ ഐഡിയയില് ബോർഡിൽ എന്തോ എഴുതി വെച്ച് ഞങ്ങളുടെ ക്ലാസ്സിൽ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതെല്ലാം നിങ്ങൾ പോയി കാണൂ പ്ലീസ് എന്ന് എല്ലാവരെയും അട്രാക്ട് ചെയ്ത് അവന്റെ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോഴാണ് സാറ് വന്ന് മൊറോ എടുക്കാൻ പറ്റാത്ത എന്തോ ഒന്ന് വെയിറ്റ് പൊക്കിക്കൊണ്ട് നടന്നു പോകുന്നുണ്ട്. നീ ചെന്ന് വന്ന് അവളെ ഹെൽപ്പ് ചെയ്യണമെന്ന്. നിങ്ങൾ തന്നെയാണോ ഇത് എന്നോട് പറയുന്നേ? നമ്മൾ രണ്ടുപേരും കോമ്പറ്റീറ്റേഴ്സ് അല്ലേ എന്ന് അവ പറഞ്ഞതും എടാ കോമ്പറ്റീറ്റേഴ്സ് ആകണമെങ്കിൽ ഈക്വൽ ആയിരിക്കണം എന്ന പോലെ അവന്റെ ഈഗോയിൽ ടച്ച് ചെയ്യുന്ന പോലെ സാറ് പറഞ്ഞിട്ട് പോവുകയാണ്. ഇതിലിപ്പോ ടെൻഷനായ അവനും തീർച്ചയായിട്ടും എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുമോ, നീയും നിന്റെ കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റുമോ എന്ന് ഹീറോയെ നോക്കി പറയുന്നുണ്ട്. അപ്പോഴാണ് ഓപ്പോസിറ്റില് ഹീറോ കിക്കോയെ പറഞ്ഞു വിടുന്നത്. അവൻ പോകുമ്പോ കുറച്ചു നേരത്തിനുള്ളില് എന്റെ ബാൻഡിന്റെ പെർഫോമൻസ് നടക്കുന്നുണ്ട്, നീ തീർച്ചയായിട്ടും വരണമെന്ന് പറയും. നീ ബാൻഡിലൊക്കെ ഉണ്ടോ കിക്കോ എന്ന് അവൾ വളരെ ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ്. അതെ 3 മണിക്കാണ്, മറക്കാതെ വരണമെന്ന് പറഞ്ഞ് അതിന്റെ ഇൻവിറ്റേഷൻ കാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. ശരി, ഇതിലെ ടൈം അനുസരിച്ച് എന്റെ ഇവിടുത്തെ വർക്കെല്ലാം കഴിയും, ഞാനും എന്റെ ഫ്രണ്ട്സുമായിട്ട് അവിടേക്ക് വരാമെന്ന് പറഞ്ഞതും ഞാൻ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കിക്കോ അവിടെ നിന്ന് പോകുവാണ്. ഇതെല്ലാം നമ്മുടെ ഹീറോ വളരെ ടെൻഷൻ ആയിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. കട്ട് ചെയ്താല് ബാൻഡ് പെർഫോമൻസ് തുടങ്ങാൻ പോകുന്നു. യുരിയും മുറോയും ഹീറോയിനും 3 പേരും വരുന്നുണ്ട്. കിക്കോ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. ഹീറോയിനെ കണ്ടതും അവൻ വളരെ എക്സൈറ്റഡ് ആയി മൈക്കാണ് മുന്നിൽ ഇരിക്കുന്നത് എന്ന് ഓർക്കാതെ ഒച്ചത്തിൽ അവളുടെ പേര് പറയുവാണ്. ഈ സൗണ്ട് കേട്ട് നമ്മുടെ ഹീറോയും ഉള്ളിലേക്ക് വരുന്നുണ്ട്. നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ഹീറോയെ നോക്കി ചോദിച്ചാല് ഇല്ല എനിക്ക് ബോറടിക്കുന്നുണ്ട് അതുകൊണ്ട് വന്നതാണെന്ന് അവൻ പറയും. ഹീറോ വന്നത് കിക്കോ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ പെർഫോമൻസ് സ്റ്റാർട്ടായി. സൂപ്പർ ആയിട്ട് കിക്കോ പെർഫോം ചെയ്യുന്നുണ്ട്. യുരി ഇത് കണ്ട് നോക്കടി അവൻ ആളാകെ മാറിപ്പോയെന്ന് ഹീറോയിനോട് പറയുന്നുണ്ട്. കിക്കോ അടുത്തത് ഒരു ലവ് സോങ് ആണ് പാടാൻ തുടങ്ങുന്നത്. എന്തോ നമ്മുടെ ഹീറോയിന് വേണ്ടി പാടുന്നത് പോലെ അവൻ ഇങ്ങനെ ലയിച്ച് പാടിക്കൊണ്ടിരിക്കുന്നേ. പക്ഷെ ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയിനോ നമ്മുടെ ഹീറോയുടെ കൂടെ ഉണ്ടായിരുന്ന മൊമെന്റ്സ് ഒക്കെയാണ് ഓർമ്മ വരുന്നത്. ഫസ്റ്റ് ടൈം അവര് ഹഗ് ചെയ്തത്, 2ാം തവണയും ഹഗ് ചെയ്തത്, സ്കൂൾ ടൈമില് ഫസ്റ്റ് ഇവര് മീറ്റ് ചെയ്തത്, ക്ലാസ്സിലിരിക്കുമ്പോ ഇവര് തമ്മിൽ നോക്കി സൈറ്റ് അടിച്ചത് എല്ലാം അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇതൊക്കെ ഓർത്ത് അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരും വരുവാണ്. ഹീറോ ഇത് കണ്ട് ഇവളെ നോക്കി ഫുട്ടാബ എന്ന് പറഞ്ഞ് വിളിച്ചതും ഹീറോയിൻ പെട്ടെന്ന് അവന്റെ വിളി കേട്ട് തിരിഞ്ഞതും സഡൻ ആയിട്ട് അത് കിസ്സായി പോകുന്നുണ്ട്. പാവൊരുത്തൻ അവിടെ ഇവൾക്ക് വേണ്ടി സ്റ്റേജില് കീറി നിന്ന് പാടുന്നുണ്ട്. അതെന്തോ ഇവർക്ക് രണ്ടുപേർക്കാണ് വർക്കൗട്ട് ആയത്. കിസ് ചെയ്ത ഷോക്കില് നമ്മുടെ ഹീറോ വേഗം പുറത്തേക്ക് ഇറങ്ങി പോകുവാണ്. ഇവര് കിസ് ചെയ്തത് കിക്കോ കണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, പക്ഷെ അവന്റെ മുഖം വല്ലാതെ മാറിയിട്ടുണ്ട്. ഇവിടെ ഹീറോയിൻ കിസ് ചെയ്തതിനെ കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഹീറോയും അതേ ഫീലിങ്സോട് കൂടി തന്നെയാണ് ചുണ്ടത്ത് കൈവച്ച് നിൽക്കുന്നത്. ഇതോടെ ഈ കൾച്ചറൽ ഫെസ്റ്റിവലും തീർന്നു. നെക്സ്റ്റ് ക്ലീനിങ് പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുറോ വേസ്റ്റ് കളഞ്ഞിട്ട് തിരികെ വരുമ്പോ അവൾക്ക് താഴെ നിന്ന് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടുന്നുണ്ട്. എടുത്തു നോക്കിയാൽ അത് നമ്മുടെ ഹീറോയുടെ ചേട്ടൻ ടീച്ചറുടെ പേഴ്സ് ആയിരിക്കും. ഇത് കാണുന്ന അവൾക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. അവൾ ചിരിക്കുവാണ്. അതേ ടൈം ഹീറോയിൻ ഇവിടെ കിക്കോയുടെ അടുത്ത് വന്ന് നീ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് പറയുവാണ്. പക്ഷെ സെക്കൻഡ് പാർട്ട് പാടുമ്പോ നിന്റെ മുഖം മാറിയല്ലോ, എന്തായെന്ന് കിക്കോ അവളോട് ചോദിക്കും. അത് വേറെ ഒന്നുമില്ല, വേറെ എന്തോ ആലോചിച്ച് നിന്ന് പോയതാ, പക്ഷെ ഞാൻ നിന്റെ പാട്ട് ഒരുപാട് എൻജോയ് ചെയ്തെന്ന് അവള് പറയും. പക്ഷെ പെട്ടെന്ന് കിക്കോ അതൊക്കെ മറന്നുകളാ, എന്താണ് നടന്നത് എന്ന് വെച്ചാല് അതൊരു ആക്സിഡന്റ് ആയിട്ട് കണ്ടാ മതി എന്ന് പറഞ്ഞതും ഇവര് കിസ് ചെയ്തില്ലേ അതിനെ കുറിച്ചാണ് പറയുന്നേ. നീ അത് കണ്ടോ എന്ന് ഹീറോയിൻ ചോദിച്ചാല് ഇതേപോലെ അർത്ഥമില്ലാത്ത കാര്യങ്ങൾ മറക്കുന്നതാണ് നല്ലതെന്ന് കിക്കോ പറയും. അപ്പോ ഇത് മീനിങ്ലെസ് ആണെന്നാണോ നീ പറയുന്നേന്ന് അവൻ വേഗം പോകുന്നെന്ന് പറഞ്ഞിട്ട് പോയില്ലേ. അത് ആലോചിച്ചവൾക്ക് വിഷമം തോന്നുന്നുണ്ട്.
അപ്പോ അവളുടെ തലയിൽ തൊടാനായിട്ട് കിക്കോ അടുത്തേക്ക് വന്നതും കറക്റ്റ് ആയിട്ട് ഹീറോ അവിടേക്ക് വരുവാണ്. ഉടനെ അവനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ക്ലോസിംഗ് പാർട്ടിക്ക് വേണ്ടിയുള്ള ഡാൻസ് നീ പഠിച്ചോ എന്ന് കിക്കോയോട് ചോദിക്കും. ഇല്ലെന്ന് അവനും. ഇത് കണ്ട് ടെൻഷനായി ഹീറോ പെട്ടെന്ന് ഹീറോയിനെ പിടിച്ചിട്ട് ഞാൻ നിന്നോട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നീ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴും ഹീറോയിന് ഒരുമാതിരിയാണ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ നീ നടന്നതോർത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഹീറോ അവളോട് ചോദിച്ചതും അതിന് മറുപടി പറയാതെ അവൾ ഓടിക്കളയാണ്. ഇവൻ പിന്നാലെ പോകാനായിട്ട് നോക്കിയാല് കിക്കോ അവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി അവൾക്കിപ്പോ നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, സോ വിട്ടേക്കെന്ന് പറയും. നീ ഈ വിഷയത്തില് തലയിടാൻ വരണ്ട, ഇത് എന്റെയും അവളുടെയും പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഹീറോ തിരികെ ഹീറോയിന്റെ പിന്നാലെ പോയി. ഹീറോയിൻ ഇവളുടെ പിന്നാലെ വരും തോറും ഇവള് നിർത്താതെ ഓടുന്നുണ്ട്. ഓടല് നിൽക്ക് ഫുട്ടാബ് എന്ന് അവൻ പറഞ്ഞാലും ഇങ്ങനെ നീ എന്റെ പിന്നാലെ വന്നാല് ഞാൻ ഓടുവെന്ന് പറഞ്ഞിട്ട് അവൾ ഓടിക്കൊണ്ടേയിരിക്കുവാണ്. ആ ടൈമില് മുറോ സാറിന്റെ പേഴ്സ് അവളുടെ കയ്യിൽ കിട്ടിയില്ലേ, അത് അവരെ തന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവള് പോകുന്നുണ്ട്. സാർ ഇത് നിങ്ങളുടെ ആണോ എന്ന് ചോദിച്ചാല് നിനക്കിത് എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ച് വളരെ സന്തോഷത്തോടെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവരത് വാങ്ങി വെക്കും. അപ്പൊ മുറോ ഞാനിത് നിങ്ങളുടെ കയ്യിലേക്ക് ഇപ്പൊ കൊണ്ടുവന്ന് തന്നില്ലേ, അതിന് എനിക്ക് എന്തെങ്കിലും റിവാർഡ് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ്. ശരി നിനക്ക് എന്താ വേണ്ടതെന്ന് സാറ് ചോദിച്ചാല് അത് നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് തന്നാ മതി എന്ന് പറയും. പക്ഷേ സാറിന് കാര്യം മനസ്സിലായി, എനിക്കത് തരാൻ പറ്റില്ലെന്ന് പറയും. ഇവളുടെ മുഖം ആകെ മാറി വരുന്നുണ്ട്. ഇത് കണ്ട സാറും വെറുതെ പറഞ്ഞതാ, ഇത് നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞ് അവര് പതിയെ കണ്ണുമൂടി കുറച്ച് കുനിഞ്ഞു നിൽക്കുവാണ്. സാറിനെ കണ്ണെടുക്കാതെ നോക്കി അവള് പെട്ടെന്ന് എന്താ ചിന്തിച്ചെന്ന് അറിയില്ല, അവരെ പെട്ടെന്ന് സഡൻ ആയിട്ട് കിസ് ചെയ്യുവാണ്. പാവം നമ്മുടെ നാറ്റോയെ ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. ഇവിടെ ഹീറോയിനെ ഓടിച്ച് ഹീറോ ഒരു ക്ലാസ് റൂമിലേക്കാണ് കയറ്റുന്നത്. എന്റെ അടുത്തേക്ക് വരല്ലേ എന്ന് അവള് കയ്യിൽ കിട്ടുന്ന ഓരോന്നായിട്ട് അവന്റെ നേരെ എറിയുന്നുണ്ട്. അങ്ങനെ എറിഞ്ഞതില് എന്തോ ഒന്ന് അവന്റെ തലയ്ക്ക് വന്നു കൊള്ളുവാണ്. അവള് പെട്ടെന്ന് സോറി ചോദിച്ചതും ഹീറോ ഫുട്ടാബ എന്നോട് ക്ഷമിക്ക്, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ നടന്നു പോയതാണ്, ഐം സോറി എന്ന് പറയും. അപ്പോ എന്നോട് സോറി പറയാൻ വേണ്ടിയാണോ നീ ഇത്ര നേരം എന്നെ ഓടിച്ചതെന്ന് ചോദിച്ചാല് നിനക്കപ്പോ അത് ഇഷ്ടായില്ലേ ഫുട്ടാബ, ശരി വിട്, അത് ജസ്റ്റ് ആക്സിഡന്റ് ആയിട്ട് കരുതിയാ മതി, ഞാൻ അതിനെ കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവൻ പറഞ്ഞതും ഇത് കേട്ട് ടെൻഷനായി ഹീറോയിൻ പിന്നെയും അവന്റെ നേരേക്ക് ഓരോന്ന് വലിച്ചെറിയുവാണ്. എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ഹീറോ ചോദിച്ചാല് ഞാനല്ല നീയാണ്, ഞാനും നടന്നതോർത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, കിക്കോ പറഞ്ഞല്ലോ അത് ജസ്റ്റ് ഒരു മീനിങ്ലെസ് ആണെന്ന്. ശരിയാ, അതിലൊരു ഫീലിങ്സും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവള് പുലമ്പാനായിട്ട് തുടങ്ങിയതും അത് ആക്സിഡന്റ് അല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞ് ഹീറോ പെട്ടെന്ന് അവളെ വന്ന് സഡൻ ആയിട്ട് കിസ് ചെയ്യുവാണ്. ഇവൻ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തതിൽ അവൾ ആകെ ഷോക്കായി നിൽക്കുവാണ്. ഇനി നീ ഇതിനെക്കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് ചെയ്യാനായിട്ട് പാടില്ല. കോയു നീ എന്നെ കിസ് ചെയ്യണമെന്ന് ഞാൻ കരുതിയേ ഇല്ലെന്ന് അവള് പറഞ്ഞതും ശരിയെന്ന് പറഞ്ഞവൻ അവളുടെ കൈ പതുക്കെ വിടുന്നുണ്ട്. പക്ഷെ ഹീറോയിന് ഓടുന്നില്ല. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓടാം, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞവൻ പെട്ടെന്ന് ഹീറോയിനെ പിടിച്ച് പിന്നെയും അവളെ കിസ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ ഇങ്ങനെ ഇവര് രണ്ടുപേരും ഒന്നിച്ച് കിസ് ചെയ്യുന്നതോടു കൂടിയാണ് ഈ ഡ്രാമയുടെ ഫസ്റ്റ് സീസണും അവസാനിക്കുന്നത്. ഇതെന്താണ് ഇങ്ങനെ അവസാനിപ്പിച്ചത് എന്ന് കരുതണ്ട, ഇതിന്റെ സെക്കൻഡ് സീസണിലാണ് ബാക്കിയുള്ള കഥകളൊക്കെ വരാൻ പോകുന്നത്. സോ എത്രയും പെട്ടെന്ന് നമ്മൾ ഇതിന്റെ സെക്കൻഡ് സീസണും ചെയ്യുന്നതായിരിക്കും. അപ്പോ ഇതേപോലുള്ള ഡ്രാമാസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ചെറിയ ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. സോ ഇനി മറ്റൊരു അടിപൊളി ഡ്രാമയായിട്ട് നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.